2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 4ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന. അപ്പോൾ ബാക്കി 3 ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രസ്താവനകളാണ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. നെല്ല്, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിന് തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. 1 പറയുന്നത് സ്ഥാനം 1 നിൽക്കുന്നത് നെല്ല്, 2ാം സ്ഥാനം ഗോതമ്പ്, 3 ചോളം, 4 പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്ന് വെച്ചാൽ അഗുഹാസ് പ്രവാഹമാണ്. ശരിയായ പ്രസ്താവന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്ക് 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു.